നമസ്കാരം. ഇനി ഹണ്ട ന്യൂസിലേക്കാണ്. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. കൊല്ലം പത്തനാപുരത്ത് തോട്ടിൽ വീണ വയോധികൻ മരിച്ചു. ഇടുക്കി ജില്ലയിൽ രാത്രിയാത്രാ നിരോധനം. കമ്പിളികണ്ടം തെള്ളിത്തോട് ചിന്നാർ റോഡിൽ ഉരുൾപൊട്ടൽ. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കൊങ്കൺ പാതയിലെ രത്നഗിരി സെക്ഷനിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കേരളത്തിലൂടെ കടന്നുപോകുന്ന 4 ട്രെയിനുകൾ റദ്ദാക്കി. 8 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. മഴ തുടരുന്നത് മണ്ണ് നീക്കം ചെയ്യുന്നതിന് വെല്ലുവിളിയെന്ന റെയിൽവേ. തിരുവനന്തപുരം ആമിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ മൃതദേഹം സംസ്കരിച്ചു. മാരായമുട്ടത്തെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. ജോയിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തതായി മേയർ ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരം ആമിഴഞ്ചാൻ തോട്ടിലെ ദുരന്തത്തിൽ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച് ഹൈക്കോടതി. കേസ് ഈ മാസം 26-ന് പരിഗണിക്കും. മാലിന്യം സംസ്കരിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനോട് കോടതി. തിരുവനന്തപുരം ആമിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ വാക്പോര് തുടരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ സർക്കാർ ഗുരുതര വീഴ്ച വരുത്തിയെന്ന് പ്രതിപക്ഷം. ദുരന്തമുണ്ടാകുമ്പോൾ പോലും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മന്ത്രിമാർ. എം ശിവശങ്കറിന് ചികിത്സാ ചെലവിന് പണം അനുവദിച്ച് സർക്കാർ. 2,35,967 രൂപ അനുവദിച്ചു. പണം നൽകിയത് ചികിത്സയ്ക്കായി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ മത്സരിച്ചതിൽ CPIയിൽ ഭിന്നത. നടപടി രാഷ്ട്രീയ വിവേകമില്ലായ്മയെന്ന് ദേശീയ നേതൃയോഗത്തിൽ വിമർശനം. ഇക്കാര്യം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ആനി രാജ യോഗത്തെ അറിയിച്ചു. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ തീരുമാനം പിന്നീട്. പത്തനംതിട്ട യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി. ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം മറികടന്ന് മണ്ഡലം പ്രസിഡന്റിനെ നിയമിച്ചെന്ന ആരോപണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർക്കും ഡ്യൂട്ടി സർജന്റിനും എതിരെയാണ് നടപടി. ഓർത്തോ വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയ തിരുമല സ്വദേശി രവീന്ദ്രൻ നായരാണ് ലിഫ്റ്റിൽ അകപ്പെട്ടത്. ലിഫ്റ്റിന് തകരാർ ഉണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്ന് കുടുംബം. കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പോലീസുകാരൻ റിമാൻഡിൽ. കണ്ണൂർ AR ക്യാമ്പിലെ ഡ്രൈവർ സന്തോഷ് കുമാറിനെ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഇന്ധനം നിറച്ചതിന്റെ മുഴുവൻ പണവും നൽകാത്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണം. സന്തോഷ് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. PSC കോഴയാരോപണത്തിൽ CPIM നേതൃത്വത്തിനും പാർട്ടി കൺട്രോൾ കമ്മീഷനും പരാതി നൽകുമെന്ന് നടപടി നേരിട്ട പ്രമോദ് കോട്ടൂളി. ചിലർ തിരക്കഥയുണ്ടാക്കി തനിക്കെതിരെ പ്രവർത്തിച്ചെന്ന് പ്രമോദ് 24നോട്. കോഴയാരോപണത്തിൽ കോൺഗ്രസും BJPയും പ്രതിഷേധം ശക്തമാക്കി. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ തുടരന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ പുതിയ അന്വേഷണ സംഘ തലവൻ. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാൻ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിരുന്നു. വളർത്തുനായയുമായി റോഡിൽ ഇറങ്ങിയ പിതാവിനും മകനും അയൽക്കാരുടെ ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് മുൻ നേവി ഉദ്യോഗസ്ഥൻ അഭിഷേക് ഘോഷ് റോയ്ക്കും മകനും. കൊച്ചു കടവന്ത്രയിൽ നടന്ന മർദ്ദന ദൃശ്യങ്ങൾ 24ന്. അക്രമികളിൽ ഒരാൾ പിടിയിൽ. വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ തുറമുഖം വിട്ടു. 607 കണ്ടെയ്നറുകളുമായാണ് കപ്പൽ മടങ്ങിയത്. സാൻ ഫെർണാണ്ടോ തുറമുഖ പരിധി വിട്ടതിന് പിന്നാലെ ഫീഡർ കപ്പലായ മാരിൻ അസൂറും തുറമുഖത്തെത്തി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്കൂൾ വാൻ കനാലിലേക്ക് മറിഞ്ഞ് 3 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ചൂഴൽ കിൻഡർവാലി സ്കൂളിലെ വാഹനം. 6 വിദ്യാർത്ഥികളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ KSRTC ഡ്രൈവർക്ക് നേരെ ആക്രമണം. ഡ്രൈവർ സുനിലിനെ കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവർ. ഡിപ്പോയ്ക്കകത്ത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണം. ഓട്ടോ ഡ്രൈവർ അബ്ദുൾ റഷീദിനെതിരെ വധശ്രമത്തിന് കേസ്. പോക്സോ കേസിൽ കാസർഗോഡ് ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരന് തിരിച്ചടി. ബന്ധുവിനെതിരെ നൽകിയ പോക്സോ കേസിൽ വിടുതൽ ഹർജി കോടതി അംഗീകരിച്ചു. നടപടി കാഞ്ഞങ്ങാട് പോക്സോ കോടതിയുടേത്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള ആലപ്പുഴയിൽ നവംബർ 14 മുതൽ 17 വരെ മേള നടക്കും. സംസ്ഥാനത്ത് ആദ്യമായി സ്കൂൾ ഒളിമ്പിക്സ് നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി.
തെലങ്കാനയിൽ BRSൽ നിന്ന് MLAമാരുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. ഒരു MLA കൂടി പാർട്ടി വിട്ടു. കോൺഗ്രസിൽ ചേർന്നത് പട്ടണച്ചെരു MLA ഗുഥേഡ മഹിപാൽ റെഡ്ഡി. സപ്ലൈകോയുടെ വിപണി ഇടപെടലിന് ധനവകുപ്പ് 100 കോടി രൂപ അനുവദിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് വിതരണം ചെയ്യുന്നതിനാണ് ധനസഹായം. വിതരണക്കാർക്കുള്ള കുടിശ്ശിക നൽകാൻ ഈ തുക ഉപയോഗിക്കും. സപ്ലൈകോയുടെ ധനപ്രതിസന്ധിയെക്കുറിച്ച് 24 കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. മുണ്ടംവേലി ലൈഫ് ഭവന പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് GCDE ആസ്ഥാനത്തേക്ക് എറണാകുളം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി. പ്രവർത്തകർ GCDE ആസ്ഥാനത്തിന്റെ മതിൽ ചാടിക്കടന്നു. ഫ്ളാറ്റ് CPIM ജില്ലാ സെക്രട്ടറിക്കും അഴിമതിയിൽ പങ്കെന്ന് കോൺഗ്രസ്. അമ്മമാരുടെ കണ്ണീരൊപ്പുന്നതുവരെ കൂടെയുണ്ടാകുമെന്നും കോൺഗ്രസ്. മാസപ്പടി കേസിൽ KSIDCയുടെ ഹർജിയിൽ അനുബന്ധ സത്യവാങ്മൂലം സമർപ്പിക്കാൻ SFIO സാവകാശം തേടി. ഹർജി ഹൈക്കോടതി ഓഗസ്റ്റ് 27 മാറ്റി. IAS തലത്തിൽ അഴിച്ചുപണി. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിനെയും ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജിനെയും മാറ്റി. അനുകുമാരിയാണ് തിരുവനന്തപുരത്തിന്റെ പുതിയ കളക്ടർ. കോട്ടയം കളക്ടറായിരുന്ന V വിഘ്നേശ്വരി ഇടുക്കി കളക്ടറാകും. ജോൺ V സാമുവൽ പുതിയ കോട്ടയം കളക്ടർ. കോഴിക്കോട് നാദാപുരത്ത് മൺതിട്ടയിൽ ഇടിച്ച് കാർ തലകീഴായി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിലായിരുന്നു അപകടം. കാസർഗോഡ് അമ്മാളുഅമ്മ വധക്കേസിൽ ഒന്നാം പ്രതിയും മരുമകളുമായ അംബികയ്ക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും കാസർഗോഡ് അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2014 സെപ്റ്റംബറിലാണ് കൊലപാതകം നടന്നത്. തിരുവനന്തപുരം തുമ്പയിലെ ബോംബേറ് കേസിൽ ഒന്നാം പ്രതി സുനിൽ ഉൾപ്പെടെ 4 പേർ കോടതിയിൽ കീഴടങ്ങി. വഞ്ചൂർ കോടതിയിലാണ് പ്രതികൾ കീഴടങ്ങിയത്. കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വാഹനാപകടം. പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്ക്. കാരശ്ശേരി ഓടത്തിരിവ് സ്വദേശി യാസ്തറിനാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മലപ്പുറം വളാഞ്ചേരിയിൽ ബസ് ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. ഇരിങ്ങാവൂർ സ്വദേശി നിവിനാണ് പരിക്കേറ്റത്. ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. കാസർഗോഡ് കടന്നൽ കുത്തേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ചിറ്റാരിക്കൽ പാലാവയൽ സ്വദേശി സണ്ണി ജോസഫാണ് മരിച്ചത്. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ ആര്യങ്കാവ് ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിൽ മരം വീണു. കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാത്രക്കാർ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമൊഴിവായി. സമീപത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിന് കേടുപാട്. കാസർഗോഡ് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയെത്തിയ യുവാക്കളിൽ നിന്ന് MDMA പിടികൂടി. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ ദേഹ പരിശോധനയിലാണ് MDMA കണ്ടെത്തിയത്. കണ്ട ന്യൂസിലേക്ക് തിരികെ. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. കോട്ടയം ഐക്കൊമ്പിൽ ഇന്നലെയുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി തൂണുകൾ നിലം പൊത്തി. പത്തനംതിട്ട റാന്നിയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വീട് തകർന്നു. റാന്നി സ്വദേശി മനോജിന്റെ വീടാണ് തകർന്നത്. തൃശൂർ പഴഞ്ഞി പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം. കാർ യാത്രിക പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പത്തനംതിട്ട നഗരത്തിൽ വീണ്ടും പൈപ്പ് പൊട്ടി. മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെ പൈപ്പാണ് പൊട്ടിയത്. ഒരു വർഷത്തിനിടെ പൈപ്പ് പൊട്ടുന്നത് ഇത് 4ാം തവണ. പത്തനംതിട്ട കല്ലാറിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. കുട്ടിയാനകൾ അടക്കമുള്ള കാട്ടാനക്കൂട്ടമെത്തിയത് തണ്ണിത്തോട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിസരത്ത്. പാലക്കാട് മണ്ണാർക്കാട് പാലക്കയം വട്ടപ്പാറ ചെറുപുഴയിൽ കാണാത യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മണ്ണാർക്കാട് സ്വദേശി മണികണ്ഠന്റെ മകൻ വിജയാണ് വെള്ളത്തിൽ വീണ് മരിച്ചത്. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ ആര്യങ്കാവ് ജംഗ്ഷനിൽ മരം കടപുഴകി വീണു. ഇലക്ട്രിക് ലൈനിന് മുകളിലാണ് മരം വീണത്. നാട്ടുകാരും പോലീസും ചേർന്ന് മരം മുറിച്ചു മാറ്റി. കാസർഗോഡ് പഞ്ചിക്കലിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ദേലമ്പാടി പഞ്ചിക്കൽ SVA UP സ്കൂളിന്റെ വരാന്തയിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. കോഴിക്കോട് കനത്ത മഴയിൽ മരം കടപുഴകി വീണ് റോഡരികിൽ പാർക്ക് ചെയ്ത കാർ തകർന്നു. വടകര കീഴൽ സ്വദേശി സുബീഷിന്റെ കാറാണ് തകർന്നത്. കാറിനകത്ത് ആളില്ലാത്തതിനാൽ അപകടം ഒഴിവായി. കനത്ത മഴയിൽ കാസർഗോഡ് കരിന്തളത്ത് മരം കടപുഴകി വീണ് വീട് തകർന്നു. കൊല്ലംപാറ തലയെടുക്കം കുന്നുമ്മൽ രാഘവന്റെ വീടാണ് തകർന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ വഴിയിൽ ഉപേക്ഷിച്ചു. ചെറുവറ്റ സ്വദേശി ഹർഷാദിനെ ഇറക്കിവിട്ടത് വയനാട് വൈത്തിരിയിൽ. ഹർഷാദിനെ ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ്. അക്രമി സംഘത്തിനായി വ്യാപക തെരച്ചിൽ.
പാലക്കാട് പട്ടാമ്പി വിളയൂരിൽ കാർ നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിൽ ഇടിച്ച അപകടം. വീടിന്റെ മതിൽ ഭാഗികമായി തകർന്നു. പട്ടാമ്പി ഭാഗത്ത് നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മഴ കനത്തതോടെ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. തൃത്താല വെള്ളിയാങ്കൽ റെഗുലേറ്ററിലെ 21 ഷട്ടറുകൾ ഉയർത്തി. നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പാലക്കാട് വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് പാമ്പുകളെ പിടികൂടി. തണ്ണീർക്കോട് തൊഴിക്കാട് കൂട്ടത്തുപറമ്പിൽ രവിയുടെ വീട്ടിലാണ് സംഭവം. പാമ്പ് പിടുത്തക്കാരനായ കൈപ്പുറം അബ്ബാസ് എത്തി 2 പാമ്പുകളെയും പിടികൂടി. മലപ്പുറം കിഴിശ്ശേരിയിൽ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ചു. സ്വകാര്യ ആശുപത്രിയിലെ ഫ്ളാറ്റിലെ ഗ്യാസ് സിലിണ്ടറിനാണ് തീപിടിച്ചത്. മഞ്ചേരി ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് ടീമെത്തി തീയണച്ചു. ഇനി പ്രധാന അറിയിപ്പുകൾ. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ വഴിയുള്ള നെഹ്റു ട്രോഫി വള്ളംകളി ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ആലപ്പുഴ KSRTC ഡിപ്പോയിലും കൗണ്ടർ സ്ഥാപിച്ച് ടിക്കറ്റ് വിൽക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അവകാശികളില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ ലേലം മറ്റന്നാൾ നടക്കും. ഇലക്ട്രോണിക്സ് അടക്കം 202 ഉപകരണങ്ങൾ ലേലത്തിന് വയ്ക്കും. എല്ലാ വസ്തുക്കൾക്കുമായി ഒറ്റ ടെൻഡർ നൽകാം. ഇനി ദേശീയ വാർത്തകൾ. മുഹറത്തിനെതിരെ വിവാദ പരാമർശവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ആഘോഷിക്കണമെങ്കിൽ സർക്കാർ നിർദ്ദേശം പാലിച്ച് ആഘോഷിക്കണം. നിയമങ്ങൾ അനുസരിക്കാൻ കഴിയില്ലെങ്കിൽ വീട്ടിലിരിക്കണം. യോഗി ആദിത്യനാഥിന്റെ പരാമർശം ഉത്തർപ്രദേശ് BJP പ്രവർത്തക സമിതി. അസമിലുണ്ടായ പ്രളയക്കെടുതിയിൽ മരണസംഖ്യ 93 ഉയർന്നു. 24 അധികം ജില്ലകളിൽ കനത്ത നാശനഷ്ടം. 2.95 ലക്ഷത്തിലധികം പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. തമിഴ്നാട് കടലൂരിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ CBI കേസിലെ കുറ്റപത്രത്തിൽ വാദം കേൾക്കുന്നത് മാറ്റി റൌസ് അവന്യൂ കോടതി. ഹർജി ഈ മാസം 22-ന് പരിഗണിക്കും. BRS നേതാവ് K കവിതയ്ക്കെതിരായ അനുബന്ധ കുറ്റപത്രം പരിഗണിക്കുന്നതും ഈ മാസം 22-ലേക്ക് മാറ്റി. KSRTC ബസ് ചാർജ് വർധന അനിവാര്യമെന്ന് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെയർമാൻ SR ശ്രീനിവാസ്. ഇന്ധനവില ഉയരുന്നതിനനുസരിച്ച് ബസ് ചാർജിൽ മാറ്റം വരുത്തണം. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ പിന്തുണയ്ക്കാൻ സാമ്പത്തിക ശേഷി ആവശ്യമെന്നും കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെയർമാൻ. ഡൽഹി GTB ആശുപത്രിയിൽ ജീവനക്കാരുടെ പ്രതിഷേധം. ജീവനക്കാരുടെ സുരക്ഷ ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ രോഗി വെടിയേറ്റ് മരിച്ചിരുന്നു. തമിഴ്നാടിന് 8000 ക്യുമെക്സ് കാവേരി ജലം വിട്ടു നൽകാനുള്ള തീരുമാനവുമായി കർണാടക. തീരുമാനം ജലം വിട്ടു നൽകണമെന്ന കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ശുപാർശയെ തുടർന്ന് നല്ല മഴ ലഭിച്ചാൽ മാത്രമേ തമിഴ്നാട് ആവശ്യപ്പെടുന്നതിലും കൂടുതൽ വെള്ളം തുറന്നുവിടാൻ കഴിയൂ എന്ന് BJP നേതാവ് CT രവി. ഗുജറാത്തിലെ അനധികൃത കൽക്കരി ഖനിയിൽ 3 തൊഴിലാളികൾ മരിച്ചു. കൽക്കരി ഖനി ഉടമകൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഈ വർഷം മാത്രം കൽക്കരി ഖനിയിലുണ്ടായ അപകടത്തിൽ മരിച്ചത് 10 പേർ. അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് ഹൈവേയിലുണ്ടായ വാഹനാപകടത്തിൽ 6 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. അപകടമുണ്ടായത് ബസ് ട്രക്കുമായി കൂട്ടിയിടിച്ച്. പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി വിക്രം മിശ്രി ചുമതലയേറ്റു. നിയമനം ചൈന വിഷയത്തിലടക്കമുള്ള നയതന്ത്ര വെല്ലുവിളികൾ നിലനിൽക്കെ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡറായിരുന്നു വിക്രം മിശ്രി. ഇനി രാജ്യാന്തര വാർത്തകൾ. ഡൊണാൾഡ് ട്രംപിനെതിരായ വധശ്രമത്തിൽ അന്വേഷണം തുടർന്ന് FBI. അക്രമിയുടെ കാറിൽ നിന്ന് സംശയകരമായ വസ്തുക്കൾ കണ്ടെത്തി. വെടിയുതിർത്ത തോമസ് ക്രൂക്സ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമെന്ന് സ്ഥിരീകരണം. നേപ്പാൾ പ്രധാനമന്ത്രിയായി KP ശർമ്മ ഓലി അധികാരമേറ്റു. പ്രധാനമന്ത്രിയാകുന്നത് നേപ്പാളി കോൺഗ്രസിന്റെ പിന്തുണയോടെ. ഓലി അധികാരത്തിലെത്തുന്നത് ഇത് 4ാം തവണ. UN കീഴിലുള്ള ഗസയിലെ സ്കൂൾ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേലി ആക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ലെബനോനിൽ നിന്ന് ഹിസ്ബുള്ള ആക്രമണം. ഖാൻ യൂനിസിലെ ഹമാസ് സൈനിക തലവൻ കൊല്ലപ്പെട്ടെന്ന് ഇസ്രയേൽ. ബഹിരാകാശ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ വംശജ സുനിത വില്യംസിന്റെയും സഹയാത്രികന്റെയും മടക്കയാത്ര വീണ്ടും അനിശ്ചിതത്വത്തിൽ. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ സഞ്ചാരയോഗ്യമായില്ല. ഇലോൺ മസ്കിന്റെ SpaceX ഉപയോഗിച്ച് മടങ്ങാൻ നീക്കം.
തൈവാൻ അതിർത്തിയിൽ ചൈനീസ് സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ. 10 ചൈനീസ് വിമാനങ്ങളും 6 ചൈനീസ് യുദ്ധക്കപ്പലുകളും തായ്വാന് സമീപം. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് തൈവാൻ സൈന്യം. ഇനി ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയും കുറഞ്ഞു. ഇന്നത്തെ വില പവന് 54,000 രൂപയും ഗ്രാമിന് 6,750 രൂപയും. രാജ്യത്ത് മൊത്തവില അടിസ്ഥാനമാക്കിയുള്ള വിലക്കയറ്റം 16 മാസത്തെ ഉയർന്ന നിരക്കിൽ. ജൂണിൽ രേഖപ്പെടുത്തിയത് 3.4%. ഭക്ഷ്യവസ്തുക്കളുടെ മൊത്തവിലയിൽ 8.7% വർധന. രാജ്യത്തെ വ്യാവസായിക ഉൽപാദനം 7 മാസത്തെ ഉയർന്ന നിരക്കിൽ. മെയിൽ രേഖപ്പെടുത്തിയത് 5.9%. ഊർജ ഖനന വ്യവസായങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ടെന്ന വിലയിരുത്തൽ. രാജ്യത്ത് 10ൽ 4 നിക്ഷേപകരും 30 വയസ്സിൽ താഴെയുള്ളവർ എന്ന റിപ്പോർട്ട്. ഇന്ത്യൻ നിക്ഷേപകരുടെ ശരാശരി പ്രായം 32 വയസ്സായി കുറഞ്ഞു. രജിസ്റ്റർ ചെയ്ത നിക്ഷേപകരിൽ 70% 40 വയസ്സിൽ താഴെയുള്ളവർ എന്ന ദേശീയ ഓഹരി വിപണിയുടെ മാർക്കറ്റ് പൾസ് റിപ്പോർട്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഓട്ടോമൊബൈൽ കയറ്റുമതിയിൽ വർധന. ഒന്നാം പാദത്തിൽ 15.5% ഉയർന്നു. മൊത്തത്തിലുള്ള കയറ്റുമതി 11,92,577 യൂണിറ്റായി. ചൈനയുടെ റെയിൽ ചരക്ക് വ്യാപനവും വിറ്റുവരവും ജൂണിൽ റെക്കോർഡ് ഉയരത്തിലെത്തിയതായി റിപ്പോർട്ടുകൾ. ജൂണിൽ 5.3% ഉയർന്ന് 332 ദശലക്ഷം ടൺ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ. കെനിയയിൽ EV ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കാൻ ഒരുങ്ങി ചൈനീസ് സ്ഥാപനമായ മോജ EV. വർഷാവസാനത്തോടെ കെനിയയിൽ ഉടനീളം 100 ചാർജിംഗ് സ്റ്റേഷനുകൾ വ്യാപിപ്പിക്കുമെന്ന് കമ്പനി. ഇന്ത്യ കൊറിയ FTA അവലോകന യോഗത്തിന്റെ അടുത്ത റൗണ്ട് നാളെ മുതൽ സിയോളിൽ. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഇരു രാജ്യങ്ങളും ഇതുവരെ 10 റൗണ്ട് അവലോകന ചർച്ചകൾ പൂർത്തിയാക്കി. ഓങ്കാർ കെമിക്കൽസിന്റെ ഓഹരികൾ ഏറ്റെടുക്കാൻ ഒരുങ്ങി അദാനി. ഏറ്റെടുക്കുക 67% ഓഹരികൾ. ഇനി കായിക വാർത്തകൾ. യൂറോ കപ്പ് അവാർഡുകളിൽ സ്പെയിനിന്റെ ആധിപത്യം. റോഡ്രി മികച്ച താരവും ലെമിൻ യമാൽ മികച്ച യുവതാരവും. മികച്ച ഗോൾ വേട്ടക്കാരനുള്ള ഗോൾഡൻ ബൂട്ടിന് അർഹരായവരിൽ ഡിനി ഓൾമോയും. കോപ്പ കിരീട നേട്ടത്തോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിടവാങ്ങി ഏഞ്ചൽ ഡി മരിയ. വിട പറയുന്നത് അർജന്റീനയുടെ ഇതിഹാസ താരങ്ങളിൽ ഒരാൾ. ഇനി കലാ സാംസ്കാരിക സിനിമ വാർത്തകൾ. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന പുതിയ ചിത്രം ബ്രോമാൻസ് ചിത്രീകരണം ആരംഭിച്ചു. ചിത്രത്തിന്റെ പൂജ നടന്നു. ചിത്രത്തിൽ അർജുൻ അശോകൻ, മാത്യു തോമസ്, ശ്യാം മോഹൻ, സംഗീത് പ്രതാപ്, മഹിമ നമ്പ്യാർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. മീര ജാസ്മിൻ, അശ്വിൻ ജോസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന പാലും പഴവും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. മുഴുനീള കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ ശാന്തി കൃഷ്ണ, അശോകൻ, മണിയൻ പിള്ള രാജു, നിഷ സാരംഗി, മിഥുൻ രമേശ് തുടങ്ങി വലിയൊരു താരനിരയുണ്ട്. ഇനി വൈറൽ ട്രെൻഡ്സ്. ഉത്തരാഖണ്ഡിൽ മലവെള്ളപ്പാച്ചിലിൽ പകച്ചു നിൽക്കുന്ന നായക്കുട്ടിയെ രക്ഷിക്കുന്ന പോലീസിന്റെ വീഡിയോ വൈറലാകും. बहुत बढ़िया, चलो 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 चलो, आजा 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 आजा। ഇനി ഫാക്ട്. ബീഹാറിൽ തുടർച്ചയായി പാലങ്ങൾ തകർന്നു വീണതിന് പിന്നാലെ കേരളത്തിലെ പാലം എന്ന തരത്തിൽ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലെ പാലമാണ് കേരളത്തിലേത് എന്ന പേരിൽ തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ഇനി നാളത്തെ വാർത്തകൾ. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നാളെ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം ആനകൾ ഊട്ടിൽ പങ്കെടുക്കും. തൃപ്പൂണിത്തുറ പൂത്തോട്ട CHC വികസന സംരക്ഷണ സമിതിയുടെ കമ്മിറ്റി യോഗം നാളെ വൈകിട്ട് 4-ന് കിടങ്ങിൽ ടാക്സി ഹൌസിൽ യോഗം നടക്കും. ചെയർമാൻ ജയപ്രകാശൻ അധ്യക്ഷത വഹിക്കും.
തിരുവനന്തപുരം വനം വകുപ്പിന്റെ ലോക സർപ്പ ദിനാചരണം നാളെ. മന്ത്രി AK ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. നാളെ 3-ന് PTP നഗറിലെ ഫോറസ്റ്റ് കോംപ്ലക്സിൽ നടക്കുന്ന പരിപാടിയിൽ VK പ്രശാന്ത് MLA അധ്യക്ഷനാകും. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. പാകിസ്ഥാനിൽ കാർ സിന്ധു നദിയിലേക്ക് മറിഞ്ഞ അപകടം. 3 പേർ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. അപകടം ബാൾട്ടിസ്ഥാൻ റോഡിൽ. ജമ്മുകശ്മീരിലെ റിയാസിൽ തുരുമ്പിച്ച ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അന്വേഷണം ആരംഭിച്ച പോലീസ്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖയിൽ മുഹറം ഘോഷയാത്രയ്ക്കിടെ സംഘർഷം. 14 പേർക്ക് പരിക്കേറ്റു. സംഘർഷം നഗരത്തിനുള്ളിൽ റോഡ് ബാരിക്കേഡ് കെട്ടിയതിനെ ചൊല്ലി. ഇവിടെ ഹഡ ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.